ഹായ് ഫ്രണ്ട്സ്, ഓൾ ഇൻ ഓളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ടൂ വീലറിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ഷൂ എങ്ങനെ മാറ്റാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ പുതിയൊരു ബ്രേക്ക് ഷൂ വാങ്ങിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഡ്രം ബ്രേക്കാണ്, ഡിസ്ക് അല്ല, ഡ്രം ബ്രേക്കിൻ്റെ ഷൂ ആണ് ഫ്രണ്ട്. അതാണ് നമുക്ക് മാറ്റാനുള്ളത്. പിന്നെ സ്ക്രൂ നമുക്ക് അഴിച്ചെടുത്തിട്ട് വേണം വീൽ ഊരാൻ. ആദ്യം നമുക്ക് ബ്രേക്കിൻ്റെ കേബിളിൻ്റെ ഭാഗം വന്നത് സ്ക്രൂ അഴിച്ച് മാറ്റാം. ബ്രേക്ക് കേബിളാണത്. അത് മാറ്റിയതിന് ശേഷം സ്പീഡോമീറ്റർ കേബിളും അതഴിച്ച് മാറ്റാനുണ്ട്. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കിറ്റ് ഉണ്ട് ഉള്ളിൽ, അതൊന്ന് മാറ്റണം. അത് പറയാൻ മറന്നുപോയി. ഒരു സ്പാനർ വെച്ചിട്ട് അഴിച്ചെടുക്കാം. സ്ക്രൂ ബോൾട്ട് 8 ബോൾട്ട് ഉണ്ട്, അത് അഴിച്ചെടുക്കാം. അതൊക്കെ തിരിച്ച് എടുക്കാം. നമുക്ക് പതുക്കെ അഴിച്ചെടുക്കാം. അഴിച്ചെടുത്തതിന് ശേഷം വാഷറും മാറ്റിയതിന് ശേഷം ആ സെൻറ്ററിലത്തെ ലിവറുണ്ട്, ആ ലിവർ ഒരു ചിറ്റി എടുത്തിട്ട് പതുക്കെ അടിച്ചെടുക്കണം. അടിക്കുമ്പോൾ ആഞ്ഞടിക്കരുത്, ചതഞ്ഞ് പോയി കഴിഞ്ഞാൽ മുറുക്കാൻ പറ്റില്ല. ഒരു കമ്പി എടുത്തിട്ട് നടുക്കുന്ന പതുക്കെ മുട്ടിക്കൊടുത്താൽ മതി. ചെറുതായിട്ട് പുറത്തോട്ട് വന്ന് കാണും. പതുക്കെ ആ ലിവർ വലിച്ചെടുക്കുക. വെച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അത് പുറത്തോട്ട് എടുക്കുക. ഇതാണ് ബ്രേക്ക് ഷൂ ഉള്ളിലത്തെ. ഇപ്പോൾ ഒരുമാതിരി തേഞ്ഞങ്ങനെ തീർന്ന് ബ്രേക്ക് നമുക്ക് അധികം കിട്ടൂല. അതാണ് ഞാൻ മാറ്റാമെന്ന് വിചാരിച്ചത്. ഇത് കാണാൻ പറ്റുമായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഒരു സ്പീഡോമീറ്ററിൻ്റെ ഒരു കിറ്റുണ്ട്. ഇത് ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് ആദ്യം അഴിച്ചു മാറ്റാം. അത് നമുക്ക് പുറത്തോട്ട് എടുക്കാനുള്ളതാണ് ബ്രേക്ക് ഷൂവിൻ്റെ വെക്കണ ഭാഗം. അപ്പോൾ കേബിള് പതുക്കെ അവിടെ നീക്കി, തൽക്കാലം അവിടെ നീക്കി സ്ക്രൂ ഇട്ട് മാറ്റി വെക്കാട്. പിന്നെ ഉള്ളത് സ്പീഡോമീറ്ററിൻ്റെ കേബിളാണ്. നമ്മൾ ഒരു ലോക്ക് ഉണ്ട്, ആ ലോക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്ക് അഴിച്ചെടുക്കാം. അഴിക്കുമ്പോൾ പതുക്കെ സൂക്ഷിച്ച് അഴിക്കണം. ചെറിയ സ്ക്രൂ ആണ്. പതുക്കെ അത് മൂരാം. അതിൻ്റെ ഉള്ളിൽ കേബിളുണ്ട്, അത് പുറത്തോട്ട് വന്ന് തൽക്കാലം അകത്തോട്ട് തന്നെ കയറ്റി വെച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് ടൈറ്റ് ചെയ്ത് നിർത്തണം. നിലത്തോട്ടൊക്കെ കഴിഞ്ഞാൽ മണ്ണൊക്കെ കഴിഞ്ഞാൽ അത് അലമ്പാവും. ഇതാണ് നമ്മുടെ ബ്രേക്ക് ഷൂവിൻ്റെ ആ ഭാഗം. തൽക്കാലം നമുക്കത് പുറത്തോട്ട് എടുക്കണം. അതുപോലെ 2 സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ് നഷ്ടപ്പെടാതെ നമ്മൾ എടുക്കണം. അത് കംപ്ലൈൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടാമത് മാറ്റേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഊരിയെടുക്കാം 2 സ്പ്രിങ്ങും. ഇതാണ് ആ സ്പ്രിങ്. 2 ഉണ്ടാവും. 2 നമുക്ക് പതുക്കെ എടുക്കാം. തൽക്കാലം അത് മാറ്റി വെക്കാം. ഇതാണ് സ്പീഡോമീറ്ററിൻ്റെ കിറ്റ്. ചെറിയൊരു പ്ലാസ്റ്റിക് ബെയറിംഗ് ആണ്. അത് കുറേ കഴിയുമ്പോൾ പതുക്കെ തേഞ്ഞ് തീരും. അത് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. ചെറിയ ടൈറ്റും ഉണ്ട്. നമുക്ക് ഇതിൻ്റെ റബ്ബർ വാഷറുണ്ട്. ഇത് പതുക്കെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഊരിയെടുക്കാം. അത് ഊരിയെടുത്താൽ ഉള്ളിലത്തെ ആ പ്ലാസ്റ്റിക് ഗിയർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ഊരിയെടുക്കാം. കണ്ടോ, തേഞ്ഞ് ഒരുമാതിരി തീർന്നിരിക്കുകയാണ്. അതാണ് വർക്ക് ചെയ്യാത്ത സ്പീഡോമീറ്റർ. കേബിൾ വർക്കാവില്ല. ഇത് മാറ്റിയെടുക്കാം നമുക്ക്. അതിൻ്റെ ഒരു
ലോക്കുണ്ട്, അത് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അഴിച്ചെടുക്കുക. പതുക്കെ അഴിച്ചെടുത്തതിന് ശേഷം ലോക്കുണ്ട്, ആ ലോക്ക് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് പതുക്കെ അങ്ങോട്ട് തിക്കിയെടുക്കാം. എന്തെങ്കിലും കൊണ്ട് പതുക്കെ ചെറുതായിട്ട് മുട്ടി കൊടുത്താൽ പോരും. പതുക്കെ പതുക്കെ ഊരിയെടുക്കാം നമുക്ക്. പതുക്കെ ഒന്നുകൂടി തിക്കിയെടുക്കുക. പോകുന്നുണ്ട്, അതിൻ്റെ ലോക്ക് പോകുന്നുണ്ട്. ഉള്ളിലൊരു ചെറിയൊരു മെറ്റൽ കൊണ്ടുള്ള ഇരുമ്പിൻ്റെ ഒരു ചെറിയ ഗിയറുകളുണ്ട്. മറ്റേത് പ്ലാസ്റ്റിക് ആയിരുന്നു, ഇതൊരു ഇരുമ്പിൻ്റെയാണ്. ഇതാണ് അതിൻ്റെ ലോക്ക്. നമുക്ക് ആ സ്പീഡോമീറ്ററിൻ്റെ പുതിയ കിറ്റ് നമുക്ക് അതിലോട്ടിടാം. ഇതാണ് പുതിയ ആ കിറ്റ്, സ്പീഡോമീറ്ററിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ. രണ്ടും സെയിം തന്നെയാണ്. അത് തേഞ്ഞ് തീർന്ന് ഒരുപാട് നാളത്തെ ഓട്ടം കാരണമാണത്. അത് കഴിഞ്ഞിട്ട് ഈ ഇരുമ്പിൻ്റെ ഈ ചെറിയ ഗിയറുണ്ട് നീളത്തിലാണ്, അത് നമുക്ക് ആദ്യം അതിലിട്ട് ഫിറ്റ് ചെയ്യണം. ഈ ഹോളിൽ കൂടെയാണ് അത് ഫിറ്റ് ചെയ്യേണ്ടത്. ഒരു വാഷർ ഇട്ടതിന് ശേഷം അവിടെ കടത്തി വെക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലോക്കുണ്ട്, നമ്മൾ നേരത്തെ എടുത്ത ലോക്ക്, ആ ലോക്ക് കറക്റ്റായിട്ട് അതിൽ തന്നെ ആ ഹോളിൽ തന്നെ നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് എന്തെങ്കിലും കൊണ്ട് നമുക്കൊന്ന് മുട്ടിക്കൊടുക്കാം. ഞാൻ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ഭാഗം കൊണ്ടാണ് അടിക്കണത്. അതുകൊണ്ട് 3-4 പ്രാവശ്യം തട്ടിക്കഴിഞ്ഞാൽ ആ ലോക്കാവും. പിന്നെ അത് അങ്ങോട്ട് പുറത്തോട്ട് പോരില്ല. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഗ്രീസൊക്കെ കറക്റ്റായിട്ട് തേച്ചതിന് ശേഷം പ്ലാസ്റ്റിക് ഗിയറിലെ കിറ്റ് അതൊന്ന് കുറച്ച് ഗ്രീസ് ഇടാം നമുക്ക്. ഗ്രീസ് നല്ലതാണ്. തേച്ചതിന് ശേഷം അത് കറക്റ്റായിട്ട് നേരെ തന്നെ വെക്കുക. ടൈറ്റ് ചെയ്ത് അതിലോട്ട് പ്രസ് ചെയ്ത് കയറ്റുക. ഈ സെൻറ്റർ ഭാഗമുള്ളത് അതിനായിട്ട് ഒന്ന് തിരിച്ച് കറക്കി റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. കുഴപ്പമില്ല, ഇപ്പോൾ രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആ റബ്ബർ വാഷറുണ്ട്, റബ്ബർ വാഷർ തുടച്ചതിന് ശേഷം അതിൽ നേരെ തന്നെ പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കുക. ചിറ്റിയും കൊണ്ട് അതുകൊണ്ട് പതുക്കെ തട്ടി കൊടുക്കുക. കറക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ടൈറ്റ് ഉണ്ടെങ്കിൽ ശരിക്കും ഒന്നുകൂടി കറക്കി നല്ല ഫ്രീ ആക്കാണത്. ശേഷം കുറച്ച് ഗ്രീസും കൂടി ഉള്ളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഗിയറിൻ്റെ ആ ഒരു സ്പീഡോമീറ്റർ ഗിയറിൻ്റെ എൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കിറ്റിൻ്റെ. നമുക്കടുത്ത് ബ്രേക്ക് ഷൂ ഒന്ന് ഫിറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ആ സ്പ്രിങ് 2 വശവും ആ ഹോളിൽ കറക്റ്റായിട്ട് ഇടുക. അത് രണ്ടും കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് നേരെ ആ ലോക്കിലോട്ട് തന്നെ സെറ്റിലോട്ട് നമുക്ക് ആ ഹബിൻ്റെ സെറ്റിലോട്ട് നമുക്ക് വെക്കാം. ഇത് ആയിരിക്കുവാണെങ്കിലും ചെയ്യാനുള്ള ഇതുള്ളു. നമ്മൾ വർക്ക്ഷോപ്പിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം പൈസയൊക്കെ മേടിക്കും അവർ. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഇതൊക്കെ അറിയാൻ പറ്റുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഒരു സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ലോക്കിലോട്ട് കറക്റ്റായിട്ട് ഇടുക നമുക്ക്. ലോക്കായിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ആയിരിക്കും ഇത് ചേഞ്ച് ചെയ്യാനുള്ളൂ. കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. ആ ബ്രേക്ക് പെഡലിൻ്റെ ആ ലിവർ വർക്കാവുന്നുണ്ട്. കേബിൾ കൊടുക്കുന്ന വശമാണത്, കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്.
നേരത്തെ ആദ്യമേ നോക്കുമ്പോൾ ഇത്തിരി ടൈറ്റ് ഉണ്ടായിരുന്നു. ഇത്തിരി ഓയിലൊക്കെ ഒഴിച്ച് ഫ്രീ ആക്കിയാണ്. അടുത്ത് നമുക്ക് ആ വീലൊന്ന് വൃത്തിയാക്കി എടുക്കണം. ബ്രേക്ക് ഷൂ ഫിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഹബിൻ്റെ വശം. അവിടെ നിറച്ച ബ്രേക്ക് ഷൂവിൻ്റെ പഴയ പൊടികളൊക്കെ ഒരഞ്ഞ് തീർന്നതിൻ്റെ ആ പൊടികളുണ്ടാവും. അതൊന്ന് വൃത്തിയാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് വീലിലോട്ട് ആ ഹബിൻ്റെ ആ ബ്രേക്ക് ഷൂവിൻ്റെ സെറ്റ് നമുക്ക് കറക്റ്റ് ഒരു പൊസിഷൻ ഉണ്ട്. അതിൻ്റെ ലോക്കുണ്ട്, ലോക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക്. ആ ലോക്കിൻ്റെ നേരെ തന്നെ അത് വെച്ചിട്ട് കറക്റ്റായിട്ട് വീലിലോട്ട് നമുക്ക് ഇടണം. അതിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗിയർ, ഈ സ്പീഡോമീറ്ററിൻ്റെ ഗിയർ ഫിറ്റ് ചെയ്തതിൻ്റെ വശം ഒരു ലോക്ക് ഉണ്ടായിരുന്നു. ചെറിയൊരു ക്ലാമ്പ് പോലത്തെ ഒരു വാഷറാണത്. അത് കറക്റ്റായിട്ട് നമുക്ക് ഇടാം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമ്മൾ എല്ലാം കണ്ട് മനസ്സിലാക്കി ചെയ്യുന്നുള്ളൂ. ചിലതിൻ്റെയൊക്കെ പേര് ഓരോരുത്തരോട് ചോദിക്കും. ഇതിൻ്റെ പണിക്കാരനല്ലാത്ത ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. നമ്മൾ എല്ലാവരും ഓരോന്ന് അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്. ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ട് എല്ലാം ചെയ്യുന്നുള്ളൂ. ചിലതൊക്കെ നമുക്കറിയാൻ പാടില്ലാത്തത് നമ്മൾ കണ്ട് മനസ്സിലാക്കണം. ഓരോരുത്തരോട് ചോദിക്കും. ഇതിപ്പോൾ എൻ്റെ സ്വന്തം വണ്ടിയായതുകൊണ്ട് കൂടുതലും അതിൻ്റെ വർക്ക് വന്നത് ഞാൻ തന്നെയാണ് ചെയ്യാറ്. മിക്ക പരിപാടികളും കേബിൾ മാറ്റൽ, ബ്രേക്ക് ഷൂ മാറ്റൽ, ചെയിൻ സോക്കറ്റ് മാറ്റൽ, ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ വർക്കിംഗ് ആണ്, കുഴപ്പമില്ല. ബ്രേക്ക് ഇപ്പോൾ ടൈറ്റ് നിൽക്കുന്നുണ്ട്. ബ്രേക്ക് പിടിക്കുമ്പോൾ ടൈറ്റ് ആകുന്നുണ്ട്. നേരത്തെ ഒരുപാട് തേഞ്ഞ് തീർന്ന കാരണം ബ്രേക്ക് കിട്ടൂലായിരുന്നു. ഇനി അടുത്ത് നമുക്ക് സ്പീഡോമീറ്ററിൻ്റെ ആ കേബിൾ ഫിറ്റ് ചെയ്യാം. നമുക്ക് സ്പീഡോമീറ്ററിൻ്റെ കേബിള് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് വീലൊന്ന് കറക്കിയിട്ട് ആ മീറ്ററിൽ പോയി നോക്കാം. കുഴപ്പമില്ല, വർക്കിംഗ് ആണ്. സ്പീഡോമീറ്റർ വർക്കിംഗ് ആണ്. നേരത്തെ കറക്കിയാലും വീല് കറങ്ങിയാലും അതിൻ്റെ കംപ്ലൈൻ്റ് കാരണം മീറ്റർ വർക്കാവില്ലായിരുന്നു. ഇനി അടുത്തത് നമുക്ക് ബ്രേക്ക് കേബിളിൻ്റെ അതിടാം. കേബിള് നമുക്ക് ടൈറ്റ് ചെയ്യാം. ബ്രേക്കിൻ്റെ കറക്റ്റായിട്ട് അത് ടൈറ്റ് ചെയ്ത് നമുക്ക് പൂട്ടാം. ഞാൻ പൂട്ടിയതിന് ശേഷം നമുക്കത് ബ്രേക്ക് ലിവറിന് പിടിച്ച് നോക്കണം. അഡ്ജസ്റ്റ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം. റണ്ണിങ്ങിൽ ആയാലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ പൂട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം ബ്രേക്ക് കിട്ടുമെന്ന് ലിവർ പിടിക്കുമ്പോൾ അറിയാൻ പറ്റില്ല. നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം, എന്നാലേ അറിയുള്ളൂ. ഇതെല്ലാം നമുക്ക് ടൈറ്റ് ചെയ്യാം. ഇത് ഏകദേശം ഇതിൻ്റെ ബ്രേക്ക് ഷൂ മാറ്റലും സ്പീഡോമീറ്ററിൻ്റെ കിറ്റൊക്കെ മാറ്റലതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ബ്രേക്ക് പിടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. വീഡിയോ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം. നമുക്ക് ബോൾട്ടൊക്കെ ഒന്ന് പൂട്ടാം. വീലിൻ്റെ 8 ബോൾട്ടും ഉണ്ട്, അത് നമുക്ക് പൂട്ടാം. വീൽ നല്ലോണം സ്പാനർ കൊണ്ട് ടൈറ്റ് ചെയ്ത് പിടിക്കണം. നല്ലോണം മുറുക്കി വെക്കണം കേട്ടോ. ലൂസായി കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് കുട്ടി വെക്കണം. ടൈറ്റായിട്ടുണ്ട്, അത്യാവശ്യം ടൈറ്റായിട്ടുണ്ട്.
അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞിരിക്കുന്നു റിപ്പയറിങ്ങിൻ്റെ ഇതെല്ലാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സീ ഓൾ ബൈ.